ഈ ഓണം യൂറോപ്പിൽ ആഘോഷിച്ചാലോ? ഓഗസ്റ്റ് 20, 23, 24 തീയതികളിലായി ഫ്രാൻസ്, UK, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു ഗംഭീര യൂറോപ്യൻ യാത്ര. യൂറോപ്പ് ഓണം പൊന്നോണം. ഡബിൾ ബാരൽ ഇങ്ങനെ ഒരു പേരിലേക്ക് എങ്ങനെയാ നിങ്ങൾ എത്തിച്ചേർന്നത്? ടിൻസ് ആയതുകൊണ്ട് ഞങ്ങളൊരു പേരെടുത്താ വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരുന്നിടത്ത് ഇവര് വന്നേ പിന്നെ ഇങ്ങനെ പോകുന്നു. ഇവര് തന്നെ ഉള്ളപ്പോഴത്തേക്ക് കണ്ടന്റ് റീച്ച് ആവാൻ പാടാ. ഇപ്പൊ ആൾക്കാർ വരുമ്പോഴത്തേക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നു. ആള് വന്നതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ടാണ് ഇപ്പൊ ഓരോ കണ്ടന്റ് ചെയ്യുമ്പോൾ ഇവള് പറയും എനിക്ക് മില്യൺ വേണം, മില്യൺ ഇല്ല ഞാൻ അഭിനയിക്കത്തില്ല. അങ്ങനെയല്ല, ഇങ്ങനെ എമ്മ കണ്ട് എനിക്ക് എമ്മ വേണം. ഈ രണ്ടുപേർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? അനിയൻ, ചേട്ടൻ, വില്ലനോ? അവിഹിതം, ഇതൊക്കെ അവന് ഏറ്റവും കൂടുതൽ അവിഹിതം എല്ലാ നാട്ടിലറിയപ്പെടുന്ന ഓരോരുത്തരെ വിളിച്ചു തെറി പറയാറുണ്ട്. ഞാൻ പിന്നെ കുറച്ച് കമന്റ്സ് കണ്ടത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ, റിലേഷൻഷിപ്പ് ആണോ? ആണെങ്കിൽ ആണെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. റിലേഷൻഷിപ്പിലല്ല, ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ഇതുവരെ. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, ആരുടെ അടുത്തേക്കായിരിക്കും ആദ്യം പോവാ? ഞങ്ങളുടെ അടുത്ത് വരത്തില്ല, കാരണം ഞങ്ങളുടെ പൈസ ഇല്ല. ഇതോട് കൂടിയിട്ട് ഞാൻ ഇങ്ങനെ കാണും. കൈ മലട്ടി അപ്പൊ ഇവനോട് ചോദിക്കും, അവനും അങ്ങനെ കാണിക്കും. പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 ഡയലോഗുകൾ. ഐ ലവ് യു, നീ ഭയങ്കര സുന്ദരിയാണ്, യു ലുക്ക് സോ വെരി ബ്യൂട്ടിഫുൾ. ഒന്നാണല്ലേ? നീ ഭയങ്കര ഗോർജിയസ് ആയിട്ടുണ്ട്. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ചായനെ പറ്റി പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന ഒരു കാര്യം. നീ രണ്ടുപേരും ഒരുമിച്ച് വെള്ളിട്ടൊക്കെ നോക്കി. അത് ടെലിപ്പതിയാ. ക്രഷ്. ചായ ചൂടാണ്. ഞാൻ പറഞ്ഞ ഡയലോഗ് പുഷ്പഗിരിയാ? അതവിടെ ചായ ഓക്കെ, ചായ സ്പോട്ടാണ്. ഓക്കെ ഓക്കെ. ഇതെന്തോ ചായ ചൂടാണ്. നീ പറഞ്ഞ കറക്റ്റാണ്. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ പോകുമ്പോൾ ചിലരുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ അറിയണമെന്നും അവരെന്താ ചെയ്യുന്നതെന്ന് അറിയണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു ടീമിനെയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ടീം ഡബിൾ ബാരൽ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്താണ് ഒരു എനർജി ഇല്ലാതിരിക്കുന്നത്? താങ്ക് യു. ഇനി എന്റെ ഇന്റർവ്യൂ പിടിച്ചില്ല. നിങ്ങൾ നിങ്ങളുടെ പേര് ഓരോരുത്തരുടെ പേരായിട്ട് അങ്ങോട്ട് തുടങ്ങി. ആ ഓക്കെ. അർജുൻ, അനുദു. ഓക്കെ. അപർണ, അശ്വിൻ, ഒരു ഓർഡർ ഇല്ലല്ലോ. ഓക്കെ, അതില് 2 പേര് ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. ഓക്കെ, ഞങ്ങളെ കാണാൻ ഇച്ചിരി വ്യത്യാസമൊക്കെ ഇല്ലേ? എനിക്ക് തോന്നുന്നില്ല. ഇല്ല, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. ആദ്യമായിട്ട് കാണുന്നുണ്ടാണ് അല്ലേ? ഓക്കെ. ഡബിൾ ബാരൽ ഇങ്ങനെ ഒരു പേരിലേക്ക് എങ്ങനെയാ നിങ്ങൾ എത്തിച്ചേർന്നത്? എന്താ അങ്ങനെ ഒരു ടിൻസ് ആയതുകൊണ്ട് ഞങ്ങളൊരു അങ്ങനെ ഒരു പേരെടുത്താ. വെറൈറ്റിക്ക് വേണ്ടി. ആദ്യം വേറൊരു പേരായിരുന്നു, അത് ഞങ്ങൾ പറയുന്നില്ല. അത് പേര് വേറെ മാറ്റിയിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലാക്കി. ഞാൻ പറയുന്നതിനെന്താ, വെട്ടനും കുത്തനും. വെട്ടനും കുത്തനും. വെട്ടനും കുത്തനും. അങ്ങനെ ഒരു പേര് ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്തത്, പിന്നെ അത് മാറ്റിയിട്ട് ഡബിൾ വാല്യൂ ഉണ്ടായി. അപ്പൊ ഇത് ആദ്യം ആർക്കാ ഇങ്ങനെ ഒരു തോട്ട് വന്നത്? യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തുടങ്ങുന്നത് ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാഷനിലേക്ക് ഇറങ്ങാം എന്നുള്ളൊരു നിങ്ങൾ രണ്ടുപേരും കൂടെ. ഞങ്ങൾ മാത്രം, ഞങ്ങൾക്കൊരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് വെച്ചാൽ ഞങ്ങള് അടിച്ചു പിരിഞ്ഞു. ഓക്കെ. ഞങ്ങൾ 3 പേരോടാണ് കണ്ടന്റ് തുടങ്ങിയത്, ചെയ്തു റീൽസ് തുടങ്ങി ഈ കൊറോണ കഴിഞ്ഞപ്പോ തൊട്ട്. അപ്പൊ പിന്നെ ഇത് ഒരു പ്രൊഫഷൻ ആക്കിയാൽ കൊള്ളാമെന്ന് തുടങ്ങി, അങ്ങനെ തുടങ്ങിയതാ. ബാക്കി അപ്പൊ നിങ്ങൾ 3 പേര് എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു? ഞാൻ വഴിയെ പോയി എങ്ങനെയോ കയറിയതാ. തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞ് ഇവിടെ കണ്ടു. 2-3 വർഷം. ഓ, അത്രയും കഴിഞ്ഞിട്ടായിരുന്നല്ലേ? 3 വർഷം കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങളുടെ വന്നിട്ട് ഇപ്പൊ 1 വർഷം ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ അനിയത്തിയുടെ ഫ്രണ്ട് വഴിയാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഇവളോട് ചോദിച്ചു ഇതുപോലെ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടോ? താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ നമ്മള് നിർബന്ധിച്ച് പക്ഷെ ഇപ്പൊ ഏറ്റവും അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ആരാ? അങ്ങനെ പറയല്ലേ. 2 നിഷ്കളങ്കന്മാർ ഒന്നും മിണ്ടുന്നില്ല. മാത്രമേ വിളിക്കുന്ന നിഷ്കളങ്കത, വേറെ അത്രയൊന്നും ഇല്ല. അതുകൊണ്ടല്ലേ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ടോ? അത് അതിനാണ് മൈക്കാണത്. നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ. നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടു? ഞാൻ ചേട്ടന്മാരോടെ ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കു ടിവിയിൽ. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട കുറച്ച് നാളിലേ ആയുള്ളൂ, ഒരു 1 മന്തിനകത്തേ ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കണ്ടിട്ട്
ഒരു ഭയങ്കര ഫ്രണ്ട്സായി. അപ്പൊ ഞങ്ങൾ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അതേ ഉള്ളൂ. പിന്നെ മുറയില് ഏരിയായിട്ട് വർക്ക് ചെയ്താ, അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഫ്രണ്ട്സായി വന്നു, അഭിനയിച്ചു തുടങ്ങി. ഇപ്പൊ ഞങ്ങളുടെ പടങ്ങ് പൊക്കോളൂ ഇനി. ഇനി അങ്ങോട്ട് പോകും. നിങ്ങൾ അഞ്ചുപേരും കൂടി ഫ്രെയിമിലൊക്കെ വരുമ്പോ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇത് എഴുതി വെച്ചിട്ട് പറയുവാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ കണ്ടന്റ്സിലേക്ക് വരുമ്പോഴേ നിങ്ങൾ ഇപ്പൊ കണ്ടന്റ്സ് ഉണ്ടാക്കുന്നത് ആരൊക്കെയാ? എല്ലാരും കൂടി ആരെങ്കിലും ഒരു ത്രെഡ് പറയാം, അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാ. ഷൂട്ട് കൂടുതലും ത്രെഡ് ഇവളായിരിക്കും പറയുന്നത്. പക്ഷെ ഇവിടെ ത്രെഡ് ക്രിഞ്ച് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെ. പക്ഷെ അങ്ങനെ റിജക്ട് ചെയ്യും. സ്പോട്ട് റിജക്റ്റ് ആണ്. പക്ഷെ പറഞ്ഞു തരുന്നുണ്ടല്ലോ, അത് തന്നെ എന്റെ ഐഡിയക്ക് ഒരു വിലയില്ല. സാരമില്ല. ഇതെന്താ പ്രശ്നം എന്നറിയാം, നമുക്ക് യൂഷ്വലി നമ്മൾ ഗേൾസിന് ചുറ്റും ബോയ്സ് ആണ് കമ്പനിയെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറി പോവുക ആരാ? അത് ഞങ്ങളുടെ കൂടെ ഒരാളും ഉണ്ടായിരുന്നു. അവളിപ്പം പഠിക്കാൻ ജോലിയല്ലേ ചെന്നൈ. അതിന് കവിത ഉണ്ടല്ലോ. ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? ഞങ്ങൾ രണ്ടുപേരും തുടങ്ങിയിട്ട് 5 കൊല്ലായി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പലരും നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ട് ഒന്ന് ഫേമസ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഗ്രാഫ് നേരെ അങ്ങ് പോകും, പിന്നെ ഒരു ഇതില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളുടെ എപ്പോഴും ഒരു അപ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലല്ല, ഞങ്ങളുടെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നിടത്ത് ഇവര് വന്നേ പിന്നെ ഇങ്ങനെ പോകുന്നു. അത് ടീമായി. പിന്നെ അങ്ങനെ ഇവര് തന്നെ ഉള്ളപ്പോഴത്തേക്ക് കണ്ടന്റ് റീച്ച് ആവാൻ പാടില്ല. ഇപ്പൊ ആൾക്കാർ വരുമ്പോഴത്തേക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നു. ആള് വന്നതിന് ശേഷം നമ്മള് പറയണം. ഞാൻ വന്നിട്ടാണ് ഇപ്പൊ ഓരോ കണ്ടന്റ് ചെയ്യുമ്പോഴും ഇവള് പറയും എനിക്ക് മില്യൺ വേണം, മില്യൺ ഇല്ല ഞാൻ അഭിനയിക്കത്തില്ല. അങ്ങനെയല്ല, ഇങ്ങനെ എമ്മ കണ്ട് എനിക്ക് എമ്മ വേണം. ഇപ്പൊ മറ്റേ 5 മില്യൺ 7 മില്യൺ ഇതൊക്കെ എനിക്ക് അതൊക്കെ കണ്ടാലേ ഒരു ആശ്വാസമുള്ളത്. എപ്പോഴും പറയും എനിക്ക് മില്യൺ പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നു മില്യൺ അടിക്കണേ. ശരിക്കും താൻ വർക്ക് ചെയ്യല്ലേ? എങ്ങനെ മാനേജ് ചെയ്യുന്നു? ശനി ഞായർ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വീഡിയോടെ ലേറ്റ് ആവുന്നത്. ചേച്ചി ഇങ്ങനെ ഇതാവാത്ത ഞാൻ ഈ മാസം നോക്കിയിട്ട് അധികം കണ്ടില്ല. ഇവക്ക് ഡേറ്റ് ഇല്ല. ഇവിടെ ഡേറ്റ് വെച്ചാൽ ഞങ്ങൾ ഷൂട്ട് ഇവിടെ ഇല്ലാതെ ഒരു കണ്ടന്റ് ഞങ്ങൾക്ക് എഴുതാനും പറ്റത്തില്ല. അതെന്താ ആക്ക പെണ്ണ് ഞാൻ മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. ആരിലും കിട്ടി എന്നെ തട്ടും. ബാക്കിയുള്ള മറ്റേ സീരിയലിലൊക്കെ പൈസ കൂട്ടി ചോദിച്ചാൽ അപ്പൊ തട്ടത്തില്ല. ബാക്കിയുള്ള ദിവസം ഓരോ ഇതൊക്കെ ഞങ്ങൾ അല്ലാത്ത ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യും. ഇവളുടെ വരുന്ന മാത്രം സാറ്റർഡേ സൺഡേ. അപ്പൊ നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടോ? അതോ ഇത് തന്നെയായിട്ട് പോകുന്നവരാരൊക്കെയാ? നിങ്ങൾ രണ്ടുപേരും? ഇവർക്കൊക്കെ ജോലിയുണ്ട് കേട്ടോ. ഞാൻ ബാഡ്മിന്റൺ കോച്ചാ. വാവ്, സ്പോർട്സ്മാൻ ആണ്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട അങ്ങനെയാണ്. അതെല്ലേ? ഇവരും ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആണ്. അങ്ങനെ പരിചയപ്പെട്ടവനെ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുക. അപ്പൊ പിന്നെ സിനിമയാണ് ആഗ്രഹം. സിനിമയിലേക്ക് എത്തുക എന്നുള്ളത് ഈ പറഞ്ഞ മാതിരി എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ്. അതിന്റെ ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ എത്തിയോ? ഒരു സിനിമ ചെയ്തു, പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല. ഏതായിരുന്നു? സിനിമയാണ്. ചവിട്ടുപടിയായി. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ട്വിൻസ് ആയത് നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേഷനിൽ ഗുണമായിട്ടാണോ ദോഷമായിട്ടാണോ തോന്നുന്നത്? ഗുണമുണ്ട്, ഒരു ഗുണം ഒരു ദോഷവും കണ്ടന്റ് ക്രിയേഷൻ ഞങ്ങൾക്ക് ഗുണമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ വേറെ ഇപ്പൊ സിനിമയിൽ ഏതെങ്കിലും ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പക്ഷെ താല്പര്യമില്ലാത്ത കാര്യം. സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി വെച്ച് പോകാനാണ് എനിക്ക് താല്പര്യം. ഇപ്പൊ വിളിക്കുന്ന ക്യാരക്ടേഴ്സ് മൊത്തം ട്വിൻസിന്റെ ക്യാരക്ടേഴ്സ്, വേറെ ഒരു ക്യാരക്ടേഴ്സും കിട്ടുന്നില്ല. അതൊരു നെഗറ്റീവ് ആണ് അല്ലേ? ശരിക്കും ഞങ്ങളുടെ വെച്ച് നോക്കാൻ നെഗറ്റീവ് ആണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഞങ്ങൾക്ക് താല്പര്യം. ഇപ്പൊ ഈ കുക്ക് ചെയ്തത് തന്നെ ഒരു ട്വിൻസിന്റെ ക്യാരക്ടർ ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇവരെ മാറിപ്പോവാറുണ്ടോ? ഇല്ല, ആദ്യം തുടക്കത്തിൽ സെറ്റിൽ വെച്ച് കണ്ടപ്പോഴൊക്കെ മാറിപ്പോയിരുന്നു. അവനോട് പറയേണ്ട കാര്യം എന്നോട് ഇയാളെ കുറ്റമൊക്കെ അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ സെറ്റായി. എനിക്കിപ്പോ വന്നിരുന്നിട്ട് കണ്ട് ചെറിയ വ്യത്യാസം. ഞങ്ങളെ പ്രതീക്ഷ ആദ്യത്തെ ചോദ്യം നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം പ്ലാൻ ചെയ്തിട്ടാണോ? അത് ഞാനങ്ങ് മാറ്റിയില്ലേ. ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഗെയിം തരാണ്. നിങ്ങൾക്ക് ട്വിൻസ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ രണ്ടുപേരുടെയും ഫോൺ ഒന്ന് എടുക്കും. അതായത് ഞാനൊരു പേര് പറയും. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പം ഫുഡ് എന്നായിരിക്കാം. ഫുഡ് എന്നാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എഴുതാം. ഓക്കെ, ഫേവറേറ്റ് ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടം നോട്ട്സിൽ എടുത്തിട്ട് എഴുതിക്കോ. അതില് ഇപ്പൊ ചിലപ്പോ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ മോർണിംഗ് എന്നാ പറയുന്നെങ്കിൽ ഒരാൾക്ക് മടിന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അടുത്ത ആള് ഉറക്കം എന്ന് എഴുതാം. അങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്ന് എന്താണോ വരുന്നത്, ഞാൻ പറയുന്ന ആ വേർഡ് അതിനെ പറ്റിയിട്ട് എഴുതുക. ഓക്കെ, കോപ്പി അടിക്കാതെ നോക്കാം. ഫേവറേറ്റ് ഫിലിം
ഓക്കെ, ചായ. ചായനെ പറ്റി പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന ഒരു കാര്യം, ചായ എന്ന് കേൾക്കുമ്പോൾ നീ രണ്ടുപേരും ഒരുമിച്ച് വെള്ളിട്ടൊക്കെ നോക്കി. അത് ടെലിപ്പതിയാ. ഓക്കെ, വണ്ടി, വെഹിക്കിൾ. ഓക്കെ, ക്രഷ്. ക്രഷ് അല്ല അല്ല, സെലിബ്രിറ്റി ആണോ? സെലിബ്രിറ്റിയോ നിങ്ങളുടെ ലൈഫിലോ? രണ്ടുപേരും ഒരാളുടെ പേര് എഴുതാതിരുന്നു. ഞാൻ സെലിബ്രിറ്റി ആണ്, നീ അത് എഴുതിയാ മതി. ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എഴുതിയാൽ മതി. ഞങ്ങൾക്ക് ഇത് മാത്രമല്ല, നല്ല നല്ല വേറെ ഗെയിം തരണേ. പിന്നെ കൊച്ചാകല്ല, ഇത് കഴിയിട്ടത് ഇതിന്റെ ആൻസർ വരട്ടെ, അപ്പം ഞാൻ പറയാം. ഓക്കെ, ലാസ്റ്റ് ഫൈറ്റ്. ഞാൻ അങ്ങനെ ഫൈറ്റ് ഒന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ നല്ല പിള്ളേർ. വള്ളി വാക്ക് തർക്കം. അത് പക്ഷെ സ്പോട്ടിൽ തീരും. എഴുതി, ഞാൻ എഴുതി. അമ്മ. അമ്മ, അമ്മയുടെ പേരാണോ? അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് എഴുതിക്കും? രണ്ടൊരു ആൻസേഴ്സ് ഒന്ന് എഴുതി വായിക്കണം. ആദ്യത്തേത് ദേവാസുരം. അയ്യോ, നരസിംഹം. ചായ എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? ചായ ചൂടാണ്. ഞാൻ പറഞ്ഞ ഡയലോഗ് പുഷ്പഗിരി. അതവിടെ നമ്മുടെ അടുത്തൊരു കഫേ. ഓക്കെ, ചായ സ്പോട്ടാണ്. ഓക്കെ ഓക്കെ, ഇതെന്തോ ചായ ചൂടാണ്. നീ പറഞ്ഞ കറക്റ്റാണ്. ചായ ചൂടാണ്. ഞാൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, അത് പെട്ടെന്ന് മനസ്സിലായി. വണ്ടി, റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി. BMW. ഓക്കെ. ക്രഷ്. ഒന്നും കറക്റ്റ് ഇല്ലല്ലോ. ക്രഷ് സമന്ത. സമന്ത. പിന്നെ എന്താ ബ്രേക്കപ്പ് ഉണ്ട്. യെസ്. വഴക്കുണ്ടായത് 2 ദിവസം മുന്നേ. ലാസ്റ്റ് മന്ത്. ഈ മന്ത് തുടങ്ങിയെടുത്ത് എത്ര ദിവസമായി? ഈ മന്ത് തുടങ്ങിയിട്ട് 2 ദിവസം മുന്നേ. അമ്മ ഫുൾ സപ്പോർട്ട്. അയ്യോ, പ്രവാസി. ഞാനേ യൂഷ്വലി ട്വിൻസിന് പറഞ്ഞ മാതിരി നമുക്ക് ടെലിപ്പതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഞങ്ങൾക്ക് നോക്കാവുന്നു. ഉണ്ട്. അത് ശരിക്കും നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് ഏറ്റവും അധികം എന്തൊരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ ടെലിപ്പതി വർക്കായ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ ദിവസം വണ്ടിയിൽ എന്താ പറഞ്ഞേ? എന്തോ ഞാൻ ഓർത്ത കാര്യം അല്ല, ഇവൻ ഓർത്ത കാര്യം ഞാൻ പറഞ്ഞു. എന്താ പിന്നെ ഇടയ്ക്ക് ഏതെങ്കിലും പാട്ട് പാടാൻ നേരം ഒരേ പാട്ട് മനസ്സിൽ കയറി വരും, ഒന്ന് പാടും, സെയിം പാട്ട് പാടും. അപ്പൊ കൂടുതൽ ഇതെങ്ങനെ ഒരുപോലെ ഞങ്ങൾക്കും തോന്നാറുണ്ട്. തിരുപ്പതിക്ക് ഉണ്ട്. അപ്പൊ 2 എണ്ണം വിജയകരമായി. 2 എണ്ണം. 3 ടെലിപ്പതി ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുന്നു. ക്യാമറയിലെ ആക്ടിങ്ങും ശരിക്കുള്ള ക്യാരക്ടറും തമ്മിൽ എക്സ്ട്രീം വ്യത്യാസമുള്ളത് ആർക്കൊക്കെ? ഇവന്. ഇവക്കുണ്ട്. ഇവിടെ പിന്നെയും കുഴപ്പമില്ല, ഇവന് ഭയങ്കര വ്യത്യാസം. ഞാൻ പാവോ ശരിക്കും. ശരിക്കും അല്ലല്ല, ഇവൻ ശരിക്കും നോക്കിയാ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്നത്. ഇപ്പൊ ക്യാമറ ഓൺ ആക്കിട്ട് തമ്മിൽ എക്സ്പ്രഷൻ വരും, ഭയങ്കര എന്തേലും കൈ നിട്ട് കാണിക്കും. ഇവക്ക് അങ്ങനെ കേട്ടോ, ഇവക്ക് വളരെ ബന്ധമില്ലാത്തവരെ ക്യാരക്ടേഴ്സ് ഇവക്ക് കൊടുക്കുന്നത്. കരച്ചില്, വിളിച്ചില്. പക്ഷെ വളരെ റിയൽ ലൈഫ് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ജോലിയാണ്. കണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മുടെ ഓഡിയൻസിന്, നിങ്ങളുടെ ഓഡിയൻസിന് ഏത് ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ഇട്ടാലാണ് വർക്ക് ആവുന്നതെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പക്ഷെ അതിൽ വരുമ്പോ നമുക്ക് വ്യൂസ് കൂടുതലാണ്. ഞങ്ങൾ വേറെ ഏതെങ്കിലും മാറ്റി ചിന്തിച്ച് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ വ്യൂസ് കയറത്തില്ല. ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കോമഡി ചെയ്ത് നോക്കിയിട്ടുണ്ട്, കയറിയിട്ടില്ല. അല്ലാതെ മാസ് ചെയ്തിട്ടുണ്ട്. അല്ല, കോമഡി ചെയ്ത് നോക്കിയിട്ട്, പക്ഷെ കോമഡിയാന്ന് നമ്മൾ പറയത്തില്ല. ശരിക്കും നിങ്ങളുടെ ഒരു ടീമിൽ നിന്ന് ഇപ്പൊ ഒരാള് ഈ പറഞ്ഞ ഒരാള് ഓൾറെഡി പഠിക്കാൻ പോയി, ഇപ്പൊ ഈ ഒരു ടീമിൽ നിന്ന് ഇപ്പൊ ഒരാള് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് പിന്നെ പുതിയ ഒരാള് വരും. ആ ബോണ്ടിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതല്ല, ആ ഒരു കെമിസ്ട്രി പോകുന്നു. ഞാൻ ഉദ്ദേശിച്ച പേടിയുണ്ടോ? കോണ്ടാക്ട് പോകുന്ന ഉദ്ദേശം. ഇല്ല, കോണ്ടാക്ട് പോകത്തില്ല. അതല്ല, ഞാൻ അഭിനയിക്കുന്നതിന്റെ ഒരു കാര്യമാണ്. അത് പോകും. ഈ 2 പേർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? അനിയൻ, ചേട്ടൻ, വില്ലനോ? അഭിഹിതം, ഇതൊക്കെ അഭിഹിതം എല്ലാത്തിനും ഓരോരുത്തരെ വിളിച്ചു തെറി പറയാറുണ്ട്. ഈയിടെ വീഡിയോ ഇട്ട സമയത്ത് എന്റെ നമ്പർ അതിനകത്തുണ്ടായിരുന്നു. ഒരു 4-5 പേര് വിളിച്ചാൽ ദേവനാണോ എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയാനില്ലാത്ത. ദേവനാണോ? അതെ, ദേവനാണോ. ലാസ്റ്റ് ഇത്
എനിക്ക് ഇതിന്റെ ഫേസ് കാണുമ്പോ നമ്മുടെ ലോലൻ ഇവന്റെ പക്ഷെ ഇവനൊരു പുനീത് രാജ്കുമാറിന്റെ കട്ടില്ലേ ഉണ്ടെന്ന് പറയണം ആ ഉണ്ടോ രണ്ടുമൂന്ന് പേരും കൂടെ പറ. വേറെ ആരും കൂടെ നീ എന്താ അന്ന് ഇവിടെ വന്നിട്ട് പറയണമെന്ന് പറഞ്ഞ സായി അഭ്യങ്കർ അല്ലേ അന്ന് പറയണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു കട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളെല്ലാം തീരുമാനിച്ചു വെച്ചിട്ടാണോ പോന്നെ? ആ ഇന്റർവ്യൂ കേൾക്കുമ്പോ ഞങ്ങളുടെ ആദ്യത്തെ ഇന്റർവ്യൂ അപ്പൊ ഇന്റർവ്യൂ കേൾക്കുമ്പോ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അതാ പറഞ്ഞോണ്ട് ആരും പ്രിപ്പയർ ചെയ്തൊന്നുമില്ല. അത് കട്ടിയാണ് ആലോചിക്കട്ടെ. ഞാനിപ്പോ നിങ്ങള് കണ്ടന്റ് ക്രിയേഷൻസിലേക്കൊക്കെ കടന്നു കഴിഞ്ഞപ്പോ ഇപ്പം താനാണെങ്കിലും വർക്ക് ചെയ്യുന്നു, അതിന്റെ കൂട്ടത്തിൽ ഇത് ചെയ്യുന്നു, വീട്ടുകാരെന്ത് പറയുന്നു? അമ്മ അച്ഛനും ഭയങ്കര സപ്പോർട്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഇങ്ങനെ നടക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴേ അബ്രോഡെല്ലാം പോകേണ്ടത്. അച്ഛനെ കൂടെ കൊണ്ടുവരായിരുന്നല്ലേ? അച്ഛൻ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ പോണോന്ന് പറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് ഇവരുടെ വീട്ടിലെ സപ്പോർട്ടാണ് കംപ്ലീറ്റ്. ആദ്യം ഇതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ പോണ്ട ഇത് അങ്ങനെ അങ്ങനെയാന്ന് പറഞ്ഞു. പിന്നെ ഓക്കെ. ഞാൻ പിന്നെ കുറച്ച് കമന്റ്സ് കണ്ടത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ, റിലേഷൻഷിപ്പ് ആണോ, നിങ്ങൾ ആരൊക്കെ മാറിപ്പോകും, റിലേഷൻഷിപ്പിലാണോ? ആണെങ്കിൽ ആണെന്ന് പറഞ്ഞു, കുഴപ്പമില്ല, ഇതിന് വെളിയിൽ പോട്ടെ. റിലേഷൻഷിപ്പിലല്ല, ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ഇതുവരെ. നല്ല നിങ്ങൾ പറയണ നിങ്ങൾക്കുണ്ടോ? കണ്ടിട്ടുണ്ട്, നിന്റെ മുഖം കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്നോട് തന്നെ ഞാൻ നീ പറ എന്നോടല്ലോ ഇല്ല, എല്ലാരും റെഡി ടു മിങ്കിൾ ആണ് കഴിച്ചത്. അല്ല താല്പര്യമില്ല, താല്പര്യക്ഷയല്ല. ഇങ്ങനെയൊക്കെ പറയും. നിനക്ക് 4 പേര് അപ്പുറത്തും ഉണ്ടല്ലോ. ഇപ്പം നിനക്ക് പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, ആരുടെ അടുത്തേക്കായിരിക്കും ആദ്യം പോവാ? ഞങ്ങളുടെ അടുത്ത് വരത്തില്ല, കാരണം ഞങ്ങളുടെ പൈസ ഇല്ല. ഞങ്ങൾക്ക് ഇങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ പറയാം, ഞാൻ ചേച്ചി എടുത്തു. ഓ, ഇതാണോ പിന്നെ ഇങ്ങോട്ട് വരുന്നോ? അവർക്ക് ജോലി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ശരിക്കുള്ള കാര്യം കേട്ടോ. ഞങ്ങൾ ഗ്രൂപ്പിൽ ATM എന്തെങ്കിലും ഞങ്ങൾക്ക് പൈസക്ക് ആവശ്യമുണ്ട്, ഞങ്ങൾ അത് ചോദിക്കുന്നത് അവളോട്. മറ്റേ ടാഗ് ദാറ്റ് ATM. നീ പറയട്ടെ, നീ ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ല. എല്ലാരോടും ചോദിക്കും, എല്ലാം തരട്ടെ. ആ ഒരാളുടെ ഇതോട് കൂടിയിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കും, കൈ മലത്തി അപ്പൊ ഇവനോട് ചോദിക്കും, അവനും അങ്ങനെ കാണിക്കും. ഓക്കെ, ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ ഒരാളുടെ ഇത് തരും. ആ ആള് കംപ്ലീറ്റ്ലി ആ സ്റ്റോറി ഫിനിഷ് ആക്കണം. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഒറ്റ ഇത് ഞാൻ തുടങ്ങി തരും. ഇന്നലെ രാത്രി അനന്തു. ആര് തുടങ്ങണം? ഇവിടുന്ന് തുടങ്ങിക്കോ. ടോയ്ലറ്റിലോട്ട് പോയപ്പോ അവിടെ ഒരു പാറ്റയെ കണ്ടു ഞെട്ടി. പക്ഷെ പേടിയില്ലാത്ത അർജുൻ വന്ന് പാറ്റ തല്ലി കൊന്നു. അത് കണ്ട അച്ഛൻ വന്നു. ബാത്റൂമിൽ അത് കണ്ട് അച്ഛൻ വന്ന് നോക്കിട്ട് പോയി. അച്ഛൻ വന്ന് നോക്കിട്ട് പോയി. നോക്കിട്ട് പോയി. അപ്പൊ കണ്ടു. പക്ഷെ പോയ അച്ഛൻ ഒന്ന് ചിന്തിച്ചു, പാറ്റ എടുത്ത് കളഞ്ഞില്ലല്ലോ, പാറ്റ എടുത്ത് കളയാൻ വീണ്ടും വന്നു. വീണ്ടും അതോടെ പാറ്റയില്ല. പാറ്റയില്ലല്ലോ, പാറ്റയുടെ പോയി പറ്റില്ല. ആ പാറ്റയില്ല. എന്തുകൊണ്ട് പാറ്റയില്ല? അനന്തു എടുത്തോണ്ട് പോയി. 3 റൗണ്ട് ഉണ്ട് അടുത്ത സീരീസിനുള്ള കഥ. പാറ്റ ചേട്ടൻ പുറത്തുകൊണ്ട് കളയുന്ന കണ്ടപ്പോ അച്ഛൻ ചോദിച്ചു, എന്താ നീ കൊണ്ട് കളഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ വന്ന് കണ്ടില്ലടാ പാറ്റ. കാണാതല്ലേ പോയെ. പറ്റില്ലല്ലോ. ഇത് കണ്ട് അർജുൻ നിന്ന് കരഞ്ഞു. കരഞ്ഞോണ്ടെന്ന് അർജുനോട് അച്ഛൻ വന്ന് ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? ഞാൻ പിടിച്ച പാറ്റയെ കാണുന്നില്ല. കാരണം എന്താ? അനന്ത് പാറ്റയെ കൊണ്ട് കളഞ്ഞു. റിപ്പീറ്റ്. എടാ ഞാൻ കഥ ഉണ്ടാക്കുക, നീ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു പോട്ടെ, സാരമില്ല മോനെ എന്ന് പറഞ്ഞു. ഞാൻ പുതിയൊരു പാറ്റ പിടിച്ചത്. ഇനി ആർക്കെങ്കിലും ഈ കഥ മൊത്തത്തിൽ പറയാൻ പറ്റുമോ? എവിടെ നമ്മൾ തുടങ്ങി? അല്ല, ഇന്നലെ രാത്രി അനന്തു ടോയ്ലറ്റിൽ പോയെന്നവൻ. വേറെ എങ്ങോട്ടെങ്കിലും ഒരു ത്രില്ലറെങ്കിലും ഒക്കെ പാടില്ലായിരുന്നോ? ടോയ്ലറ്റ് ത്രില്ലർ ആക്കായിരുന്നല്ലോ. ഇപ്പം നിങ്ങളുടെ ഓഡിയൻസിൽ നിന്ന് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് നിൽക്കുന്ന ഒരു ഫാൻ മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വീട്ടില് ഉറങ്ങി കിടക്കുന്ന ടൈമിൽ ഒരു കോൾ വന്നു. ഇതുപോലെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട്, AVT സൂപ്പർ സ്റ്റോർ എന്ന് പറഞ്ഞു. അപ്പൊ ആ കടയിൽ വന്നിട്ട് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ചോദിച്ചു, ഞങ്ങളെ വിളിച്ചു. അപ്പൊ ഇതുപോലെ വെളിയിൽ നിൽപ്പുണ്ട്, ഒരു ഗിഫ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്,
അപ്പോൾ ഞങ്ങൾ ഇതാരാ എന്താ ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ ചെന്നു ഒരു പെങ്കച്ച. അപ്പോൾ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാണ്ട് മാത്രം മാവേലിക്കര കൊല്ലമാണെന്ന് തോന്നുന്നു. ആ ഒരു സൈഡിൽ നിന്ന് വന്ന് ഗിഫ്റ്റ് തന്നിട്ട് ഒരു സെൽഫി എടുത്ത് തിരിച്ചു പോയി. അത് ഭയങ്കര സന്തോഷമാണ്. അതെ, എനിക്ക് ഇത് മറ്റേ ഔട്ടായിരുന്നു. ഞാൻ ഏത് കഥയാ പറയുന്നത്? അവസാനം വന്നപ്പോ കഥ ഏതാന്ന് മനസ്സിലായത്. ഉണ്ടാക്കിയതല്ല കേട്ടോ. ഉള്ളതാ. ഓക്കെ, സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ആർക്കൊക്കെ പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. എനിക്കില്ലടാ. ഇവനുണ്ട് കേട്ടോ. കൈ വെക്കാത്തണ്ടോ? എനിക്കില്ല, പറയത്തില്ല. നിനക്കില്ലേ? ഇവൾക്കും ഉണ്ട്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇവക്കായിരിക്കും. ഇതെന്താ സംഭവം? സിംപ്ലിസിറ്റി കാണിക്കുക. അത് ഇവിടെ അതിനുള്ള ഫാൻ പേജ് ഒക്കെ ഉണ്ടോ? ഫാൻ പേജ് ഇല്ല. അത് വേണം. വേണേ സ്വന്തമായിട്ട് തുടങ്ങാം. സെക്കൻഡ് അക്കൗണ്ട് നിനക്കില്ല. അയ്യോ, ഞാൻ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് കേട്ടോ. നിങ്ങളുടെ ഗ്യാങ്ങിൽ ഏറ്റവും കൂടുതൽ പ്ലാനിങ് നടത്തുന്നത് ആരാ? ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്നത് ചെയ്യാം എന്ന് ഭയങ്കര ഇതായിട്ട് നിക്കത്തില്ലേ? ഈ കൂട്ടത്തിലാണോ? നിങ്ങൾ 5 പേരില് അത് ഏറ്റവും ഈ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുന്ന അവനാ. ഗ്യാങ്ങില് പ്രപഞ്ചം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവനിപ്പം ലീഡർഷിപ്പ് ക്വാളിറ്റി എടുത്തിട്ട് അവൻ തന്നെ പ്ലാൻ ചെയ്യും. അങ്ങനെ ഓരോന്ന് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? എനിക്ക് ആ ക്യാരക്ടർ വേണം, എനിക്ക് ഇല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഇനി അടി ഉണ്ടാക്കി അത് സോൾവ് ചെയ്യാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരായിരിക്കും? ഞങ്ങളെല്ലാരും ഒരേപോലെ തന്നെ. ഞങ്ങൾ അങ്ങനെ അടി ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. എല്ലാരും സന്തോഷത്തോടെ ഒന്നും അങ്ങോട്ട് വിട്ടു തരുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയാൽ അത് സോൾവ് ചെയ്യാൻ നിൽക്കുന്നവരായിരിക്കും? ഇവള് ആ ഒരു ടെൻഡൻസി ഉണ്ട്. സമാധാനപ്രിയാണ്. അതാണ് കൂട്ടത്തിലെ അമ്മ ക്യാരക്ടർ ഇവളാ. ഒരിടയ്ക്ക് വരെ ഞാൻ ഇവളെ അമ്മ ഇപ്പൊ മാറ്റിയതാ. ഇപ്പൊ ഇല്ല, എന്റെ ആ വിളി കാരണം ഒന്ന് കുറച്ചത്. കംപ്ലീറ്റ് വിട്ട്. ഞങ്ങളുടെ അമ്മയെ ഞങ്ങള് മിസ് ചെയ്യാറേ ഇല്ല. ഇവളുള്ളതുകൊണ്ട്. അമ്മ പുറത്താണല്ലേ? ഓക്കെ, എന്ത് വർക്ക് ചെയ്യണോ? അമ്മയും അനിയത്തി എവിടെയാണ്? ഓക്കെ, അനിയത്തി പക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ചില കമന്റ്സ് വരുന്നത് ആക്ടിങ്ങിന് ഓപ്ഷൻ ഉണ്ടോ, അഭിനയിക്കാൻ അവസരം തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് പറ്റുന്ന ക്യാരക്ടേഴ്സെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഓൾറെഡി ഇപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സും വെക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ അവൈലബിലിറ്റി ഒക്കെ നോക്കണം. അതുകൊണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് വെക്കാൻ പറ്റത്തില്ല. പറ്റുന്നവരൊക്കെ ഞങ്ങൾ വിളിക്കാറുണ്ട്, റിപ്ലൈ കൊടുക്കാറുണ്ട്. സന്തോഷം. നമുക്ക് അടുത്ത ഒരു സെറ്റ് ഓഫ് ഗെയിമിലേക്ക് പോവാം. നമ്മുടെ ഏരിയ റെഡി അല്ലേ? ഓക്കെ, പെട്ടെന്ന് പറയണം. 5 സെക്കൻഡിൽ പെട്ടെന്ന് ആൻസർ പറയണം. ഓക്കെ. മലയാളത്തിലെ 3 സൂപ്പർ താരങ്ങൾ വരും. പെട്ടെന്ന് പറഞ്ഞു. സൂപ്പർ താരങ്ങൾ മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്. ഓക്കെ, നെക്സ്റ്റ്. പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 ഡയലോഗുകൾ. ഐ ലവ് യു. നീ ഭയങ്കര സുന്ദരിയാണ്. യു ലുക്ക് സോ വെരി ബ്യൂട്ടിഫുൾ. ഒന്നാണല്ലേ? നീ ഭയങ്കര ഗോർജിയസ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആകാനുള്ള 3 കുറുക്കുവഴികൾ. ഫേമസ് ആവാൻ വീഡിയോ ഇടുക. വീഡിയോ ഇടുക. എനിക്കത് അറിയത്തില്ല. പോയി ഔട്ട്. നല്ല ചോദ്യം. ഓക്കെ, മലയാള സിനിമയിലെ 5 ഫേമസ് കൂട്ടുകെട്ടുകൾ. ബേസിൽ ടോവിനോ, മോഹൻലാൽ പ്രിയദർശൻ, ശോഭന മോഹൻലാൽ, നീമ്പൊളി അജുവർഗീസ്. കഴിഞ്ഞു. 3 പറഞ്ഞാൽ കഴിഞ്ഞു. എനിക്ക് അഞ്ചെന്നല്ലേ പറഞ്ഞേ? 3. ഒരു തിയേറ്ററിൽ നമ്മൾ കേൾക്കുന്ന 3 ശബ്ദങ്ങൾ. മലയാളത്തിലെ 3 വില്ലന്മാരുടെ പേരുകൾ. ഔട്ട്. 3 ഗോസിപ്പുകൾ നിങ്ങൾ ഫ്രണ്ട്സ് കൂടി ഇരിക്കുമ്പോ പറയുന്നത്. ഫ്രണ്ട്സിന്റെ കുറ്റം. ഞാൻ 3 കുശുമ്പെന്നാണ് ഫ്രണ്ട്സിന്റെ കുറ്റം. നാട്ടുകാർ നിങ്ങളെ ഒരുമിച്ച് കാണുമ്പോൾ ചോദിക്കാറുള്ള 3 ക്വസ്റ്റ്യൻസ്. റിലേഷനിലാണോ? സിനിമ കയറോ? ഇവര് ട്വിൻസ് ആണോ? ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെല്ലാം ചോദിക്കും, നിങ്ങൾ ശരിക്കും ട്വിൻസ് ആണോ അതോ എ ആണോ ചോദിക്കാറുണ്ട്. നേരിട്ട് കാണുമ്പോൾ ചോദിക്കാറുണ്ട്. അത് ഞാൻ 1-2 കമന്റ്സ് കണ്ടിരുന്നു. അത് ചിലർ വിചാരിക്കുന്നത് ഒരാൾ തന്നെ വന്നിട്ട് പിന്നെ വേറെ ഷോട്ട് എടുക്കുന്നതാണെന്നാ വിചാരിക്കുന്നത്. നമ്മൾ ഇത് ചെയ്യുന്ന ഇപ്പൊ ഇതോടുകൂടി ഈ ഇന്റർവ്യൂയോട് കൂടിയിട്ട് അതിനൊരു മനസ്സിലാക്കണം, ഇത് VFX അല്ല, ഞങ്ങൾ ട്വിൻസാ. VFX ഒക്കെ ഭയങ്കര ചെലവാണ്. ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ. പുറംതിരിഞ്ഞിരിക്കുക,
ഇൻസ്റ്റന്റ് കുനിഞ്ഞ് നിൽക്കുക, അത് കറക്റ്റ് മലന്ന് കിടക്കുക, അല്ല കവന്ന് കിടക്കുക. അമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടാൻ സാധ്യതയുള്ള 3 കാരണം. രാവിലെ എണീക്കാത്തതിനും പിന്നെ കൂട്ടുകാരോട് എപ്പോഴും ഫുൾ രാത്രിയായിരുന്നു 11 12 മണിയൊക്കെ ആകുമ്പോൾ വരുന്ന ആ ഒരു സംഭവം. പിന്നെ കഞ്ചാവ് അടിക്കുന്നത് അയ്യോ അങ്ങനത്തെ പരിപാടി അത് ഇങ്ങനെ ഇത് വലിക്കുന്നത് കുടിക്കുന്നത് ഓക്കെ, ലാസ്റ്റ് സെഷന് ഞാനിപ്പോ പറയുന്നതിന് നിങ്ങൾ ആരാണോ ആ ആളെ എല്ലാരും കൂടി ഒന്ന് ചൂണ്ടുക. ഓക്കെ, ഈ 5 പേരെ മാത്രം. ഓക്കെ, ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ അലമ്പുണ്ടാക്കുന്നത് ആരാണ്? എന്തോന്നടേ 2 കോയേ? ഇവിടെ ഞാൻ നീ എന്തിനാ എന്നെ പറഞ്ഞു? ഈ ഗെയിമോട് കൂടിയിട്ട് ചിലപ്പോ ഇവരെങ്ങോട്ട് അടിച്ചിട്ട് ആദ്യത്തെ ഡേറ്റിൽ പോയി പെണ്ണിനെ ഇംപ്രസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ഞാൻ പറയുന്നുണ്ട് അവനാ. കണ്ടതൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല നിഷ്കൊന്നല്ല. ഇവൻ ഇൻട്രോവേർട്ട് കളിച്ചിരിക്കുന്നേ ഉള്ളൂ. വെളിയിലോട്ട് ഇറങ്ങി സംസാരിക്കാത്തോണ്ടാ എത്ര പെമ്പിള്ളേര് വേണം ഒന്ന് പറയത്തില്ല. എന്തോ വേണ്ടേ നിങ്ങക്ക്? നാളെ രാവിലെ ഒരു വലിയ പ്രശ്നം ഉണ്ടായാൽ കൂട്ടത്തിൽ ആദ്യം പോലീസ് സ്റ്റേഷനിൽ കയറാൻ സാധ്യത ആർക്കാണ്? പ്രശ്നത്തിന്റെ പേര് പ്രശ്നത്തിന്റെ പേര് കയറാൻ സ്വന്തമായിട്ടൊക്കെ ഞാൻ ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ച് ബില്ല് കൊടുക്കേണ്ട സമയം വരുമ്പോ കൃത്യമായി ബാത്റൂമിൽ പോകാൻ തോന്നുന്നത് ഇതിലാണ്. അല്ല ബില്ല് വരുമ്പോ പറയും ഞാൻ അങ്ങോട്ട് മാറി കൈ കഴുകിയിട്ട് വരാം എന്നിട്ട് പോവും. പുറത്താളുണ്ടല്ലേ? അവിടെ കണ്ണാടി വെച്ചിരിപ്പുണ്ടോ? പെട്ടെന്ന് പൈസക്ക് ഒരു ആവശ്യം വന്നാൽ കണ്ണു അടച്ച് വിശ്വസിച്ച് കടം ചോദിക്കാൻ പറ്റിയ ഒരു മാന്യൻ. അത് ബാക്കിയുള്ളവരെ പറയണ്ടേ? എന്താ പൈസ ഇല്ലെന്ന് എന്നാ ചോദിക്കാൻ 3 പോയിന്റ് എങ്ങാണ്ടായി കേട്ടോ. കൊള്ളാം. ഒരു റീൽ ചെയ്യുമ്പോൾ സ്വന്തം ലുക്ക് മാത്രം നോക്കി മറ്റുള്ളവരുടെ ഫ്രെയിമും ഭാവവും മോശമായാൽ ഇത് മതി പൊളിയാണ് എന്ന് പറയുന്ന സ്വാർത്ഥൻ. അറിയില്ല. എനിക്ക് തോന്നിയിട്ടില്ല. ഇനി മനസ്സിലുള്ള പരിപാടി വല്ലതും ഉണ്ടോ? ഏതാ ഉദ്ദേശത്തിലാണ് വിളിച്ചുകൂടി വഴിയിൽ പോകുന്ന പെൺകുട്ടികളെ നോക്കി വെറുതെ ജാടയിട്ട് നിൽക്കുമെങ്കിലും ഒരു പെൺകുട്ടി വന്ന് സംസാരിച്ചാൽ പേടിച്ചു വിറയ്ക്കുന്ന ലുക്ക് വിത്ത് നോ ആക്ഷൻ താരം വരാൻ. ഞാൻ ഇവനെയും പറയും. ഞാൻ കാര്യം പറയാം. ആലും പോയി കഴിഞ്ഞാൽ ഭയങ്കര ആറ്റിറ്റ്യൂഡാ, ഈ നിപ്പായിരിക്കും. മിണ്ടി കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മളെന്തിനാ വഴി പോകുന്നവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എനിക്ക് നോക്കി നിൽക്കാറില്ല, കൊണ്ടുവിടും. അങ്ങനൊന്നുമില്ല. കൊണ്ടുവിടുമെന്ന് പറഞ്ഞാൽ അവനെന്ത് ഉദ്ദേശിച്ച റെഡാർ കണ്ണിങ്ങനെ പോകുന്നു. തെളിച്ചു പറയാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഭാവിയിൽ ഒരു വലിയ സെലിബ്രിറ്റി ആയാൽ ബാക്കി 4 പേരെയും തിരിച്ചറിയാത്ത ഭാവത്തിൽ നീ ആരാടാ എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ജാടക്കാരൻ. ക്യാമറയ്ക്ക് മുന്നിൽ ഭയങ്കര ഡീസന്റ് ആണെങ്കിലും റിയൽ ലൈഫിൽ ഭയങ്കര വികൃതിയും കള്ളലക്ഷണവും ആർക്കാണ്? ഒരു കാര്യം ചെയ്താലോ, നിങ്ങൾ 2 പേരും ആളെ പ്രപ്പോസ് ചെയ്യണം. അതായത് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. ആരുടെയാണോ ഏറ്റവും നല്ലതെന്ന് ഓഡിയൻസ് പറയട്ടെ. ഇത്രയും വർഷം ഒരുമിച്ച് നടന്നിട്ടും ഞാൻ പറയാതെ പോയൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ടും കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് കട്ടാവരുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെ പറയും എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ കണ്ണ് നിറയെ ഞാൻ നോക്കിക്കോളാം. ആരെ പോയിരുന്നു എൻ്റെ കൂടെ? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇല്ല അത് പറ്റത്തില്ല, പറഞ്ഞു തീർന്നു.
പിടിച്ചു തരുന്നത് ഇഷ്ടമാണ് 100 വട്ടം. എനിക്കറിയത്തില്ല, ഇവിടെ. തിരി ഇഷ്ടം പറ. രണ്ടും പോരാ. അവൻ ചെയ്യും കേട്ടോ, അവൻ നല്ല രീതിയിൽ ചെയ്യും. ചെയ്യൂടാ. അല്ല അങ്ങനെയില്ല. നിന്റെ ലാസ്റ്റ് പ്രപ്പോസൽ എങ്ങനെയായിരുന്നു? ഒന്ന് പ്രപ്പോസ് ചെയ്തേ. അതെ അതെ ചെയ്യും. ചെയ്യടാ. അത് കഴിഞ്ഞ് ഇവനെ ആരെയും വിടരുത്. ആ ചെയ്യാം, അങ്ങോട്ടും ഞാൻ വരാം. ഇപ്പൊ 3 വർഷമായി കണ്ടു തുടങ്ങിയിട്ട്. ശരി. കുറെ നാള് ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലായി. എല്ലാരും പറയുന്ന പോലെ ഇങ്ങനെ മറ്റേ ക്ലീഷ അത് വേണ്ട. പക്ഷെ ഞാനിങ്ങനെ തോന്നുന്നു എനിക്ക് ഭയങ്കര വിറയിലാണ്. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ്. നിനക്കും അങ്ങനല്ലേ? എന്ത് സൂപ്പറാ. അത് കഴിഞ്ഞ് ചെസ് പറഞ്ഞു. എങ്ങനെ തുടങ്ങണം, എന്ത് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് 10ാം ക്ലാസ്സിൽ ഓട്ടോഗ്രാഫ് ഇയാളുടെ കഴിഞ്ഞു, ഇയാൾ മിണ്ടായിട്ട് ഞാൻ പറയാം. എനിക്ക് പറയാനുള്ള അവസ്ഥ ഉണ്ടാകുന്നില്ല, ഞാൻ പറയട്ടെ. ആ കണ്ട ഫ്ലോ മിണ്ടത്തില്ല. പക്ഷെ എപ്പോഴോ നിന്റെ കൂട്ടത്തിൽ നടന്നപ്പോ മുതൽ എനിക്ക് നിന്നോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. തെലുങ്ക് സിനിമയിലെ ഡബ്ബി എനിക്ക് ഇതിന് ഇഷ്ടമാണ്. ഇതിൽ കൂടുതൽ പറഞ്ഞ ഞാൻ പറയത്തില്ല. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രപ്പോസൽ ഓക്കെ കംപ്ലീറ്റഡ് ഗൈസ്. കഴിഞ്ഞോ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, എല്ലാരും ഹാപ്പി. നിങ്ങളുടെ ഓഡിയൻസിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വീഡിയോ കണ്ടോണ്ടിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, നല്ല നല്ല കമന്റ് ഇടുക. ഇനി ഞങ്ങൾ കുറെ നായകന്മാരെയൊക്കെ നോക്കുന്നുണ്ട്. അതെ, താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക. ഞങ്ങള് കണ്ടുകൊണ്ട് മടുത്തുന്ന ഇല്ല കേട്ടോ. ഉള്ളതിനെയൊക്കെ മടുത്ത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒക്കെ സിനിമയിലേക്കാണെങ്കിലും എത്തിപ്പെടാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഈ ഓണം യൂറോപ്പിൽ ആഘോഷിച്ചാലോ? ഓഗസ്റ്റ് 20, 23, 24 തീയതികളിലായി ഫ്രാൻസ്, UK, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു ഗംഭീര യൂറോപ്യൻ യാത്ര. യൂറോപ്പ് ഓണം പൊന്നോണം.